ഞാൻ കോഫി ഹൗസിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം അമ്മ വിളിച്ചു പറയണ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഈ ഡേറ്റാണ് എന്ന്. അപ്പം തൊട്ട് തുടങ്ങിയ ഒരു വേവലാന്തി എന്ന് പറഞ്ഞാൽ അടുത്ത് എങ്ങോട്ട് പോവാൻ ഒരു സ്ഥലം ഇല്ലല്ലോ, എങ്ങോട്ട് വീടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഓപ്ഷനായിട്ട് ഞങ്ങൾ നോക്കിയത് ശരി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് അരമനയിൽ ഒരു വീട് എടുത്തിട്ട് അവിടെ ഇരിക്കാം, പിന്നീട് വരണം നോക്കിക്കോളാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയ ഒരു കാര്യം ഇതിങ്ങനെ പോയാൽ ശരിയാവൂല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന് മുമ്പേ എൻ്റെ അച്ഛൻ ഹാർട്ട് ഓപ്പറേഷനും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഞാൻ ഇരുന്നതാണ്. അപ്പോൾ ഐ റിമെമ്പർ ദാറ്റ് ഡേ. അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ കാലത്ത് 9 മണിക്ക് 10 മണിക്ക്. അപ്പം കാലത്ത് 4 മണിക്ക് അമ്മ ചായ വാങ്ങിക്കാൻ വേണ്ടി വെളിയിൽ പോയി. അപ്പം എൻ്റെ അച്ഛൻ എനിക്കൊരു ഫോൺ ചെയ്തു. ദാറ്റ് ഫോൺ മേക്സ് മീ ഹു ഐ ആം ആൻഡ് വൈ ഐ ആം ഹിയർ. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ, അതും ദിവാറിൻ്റെ മൂത്ത മോനായിട്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ, ഇന്ന് ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ അതിന് കാരണം ആ ഒരു ഫോൺ കോൾ. അച്ഛൻ്റെ അടുത്ത് ഒരു 5 അല്ലെങ്കിൽ 6 വാക്കുകളെ ഒന്ന് സംസാരിച്ചുള്ളൂ. ഞാൻ ഇത്ര ദിവസം സംതിങ് ഈസ് ബാക്കിങ് മീ, എൻ്റെ ബാക്കിൽ ഒരാളുണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് ഇന്ന് എൻ്റെ തലയ്ക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് some make me so today who I am. That makes a difference. എനിക്ക് ഇനി ഒരു വാടക വീട്ടിൽ വീണ്ടും പോകണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നിന്ന് മാറ്റി വീട് വെക്കാന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അമ്മയും കൊണ്ടുവന്നു. അമ്മയും അച്ഛൻ്റെ അടുത്ത് ഞാൻ രണ്ടുപേരുടെ പറഞ്ഞു വീട് വെക്കാം, എത്ര പ്രശ്നം വന്നാലും ശരി, വി ക്യാൻ ഗോ വിത്ത് ദാറ്റ്. ശരി, എല്ലാം റെഡിയാക്കി അമൗണ്ടിന് വേണ്ടി റെഡിയാക്കാം, നമുക്കൊരു ലോൺ വാങ്ങാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ലോണിൻ്റെ പുറകെ ഓടി. ഞങ്ങൾക്ക് ഒരു ബാങ്ക് ലോൺ തന്നില്ല. കേട്ടാ ഇതിന് ഒരു 5 വർഷത്തിൽ അമ്മ റിട്ടയർഡ് ആവും, അച്ഛൻ ഇതിൻ്റെ ഒരു 3-4 മാസം റിട്ടയർഡ് ആവും, നിങ്ങൾക്ക് ലോൺ കിട്ടില്ല, മോൻ ഇത്രയും വലിയ എമൗണ്ട് കിട്ടില്ല. ശരി, ഓക്കെ. അടുത്ത് ഓപ്ഷൻ ബി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കാമ്പൗണ്ട് കെട്ടി തുടങ്ങി. കാമ്പൗണ്ട് കെട്ടി വെള്ളത്തിന് ഡ്രില്ലിട്ടു, ബെൽറ്റ് ഇട്ടു. അതോടെ വീണ്ടും പണി നിന്നു. നിയർലി 1 ഇയർ ഗ്യാപ്പ്. എൻ്റെ ഓർമ്മ കറക്റ്റെങ്കിൽ വീടിൻ്റെ ബെൽറ്റ് ഇടുന്നതിൻ്റെ അന്ന് തന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇത്രയും വലിയ വീട് നിങ്ങൾക്ക് വേണോ, നിങ്ങളെ തകുതിക്ക് മേളിൽ ആശപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അച്ഛനത് കൊണ്ടു. അത് എൻ്റെ അടുത്ത് അച്ഛൻ വന്ന് പറഞ്ഞപ്പം എനിക്കും അത് വല്ലാതെ കൊണ്ടു. അതുകൊണ്ട് ഇത് തീർത്തിട്ടേ അടുത്ത പണി ഉള്ളൂ എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങൾ, പൈസ ഇല്ല, അങ്ങനെ ഇങ്ങനെ 1 ഇയർ ബിഗ് ഗ്യാപ്പ്. അത് കഴിഞ്ഞ് വീണ്ടും എങ്ങനെയെങ്കിലും തുടങ്ങണം എന്നുള്ള ഇതിൽ വിത്ത് എ ലോട്ട് ഓഫ് എഫേർട്ട്, വിത്ത് ലോട്ട് ഓഫ് പ്രേ, വി റീസ്റ്റാർട്ട് ദ പ്രോഗ്രാം. സോ വീണ്ടും ഒരു വലിയ എനർജിയോടെ വീണ്ടും തുടങ്ങി വീണ്ടും ഒരു 6-7 മാസം പടപടപടപടാ പണി പൊയ്ക്കൊണ്ടിരുന്നു. വീണ്ടും സ്റ്റോപ്പായി. വീണ്ടും പൈസ ഇല്ല, ഫണ്ടിങ് ഇഷ്യൂ. വീണ്ടും അതേപോലെ സം മാജിക് ഹാപ്പൻസ്. കയ്യിലുള്ള എല്ലാം ഇട്ട് ഇനി ഇടാൻ ഒന്നുമില്ല, എല്ലാം വലിച്ചു വാരിയിട്ട് എഗെയിൻ ദ റീഇൻസ്റ്റേറ്റഡ്. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ലാസ്റ്റ് മാസം ഇതേ ഡേറ്റിന്റെ തലേ ദിവസം, ദാറ്റ് മീൻസ് ഫെബ്രുവരി 10 വൈകുന്നേരം വരെ എൻ്റെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ടൈൽസിന് ആളെ നിൽക്കുന്നത്, വെളിയിൽ പണിക്ക് വെച്ചിരിക്കുന്നത്, വീട്ടിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഇത് പാല് കാച്ചി, ഇന്ന് പണി നടക്കുന്നില്ല, തീർന്നില്ല. സ്റ്റിൽ വി ആർ വർക്കിംഗ് ഓൺ. രാത്രി 8:30 പൂജാരി വരും. 7 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും മാമി, അമ്മ, അച്ഛൻ എല്ലാവരും ഓരോ എല്ലാവരും ഓരോ മോപ്പും, മണിക്കൂട്ടുണ്ട്, എല്ലാവരും ഓരോ മോപ്പും ബക്കറ്റും എടുത്തുകൊണ്ട് വീട് മൊത്തം പോച്ചടിക്കലും തൂത്തു വരക്കവും ഇതടിക്കലുമായിരുന്നു. സോ 8 മണിക്ക് ഞങ്ങൾ വീടൊക്കെ റെഡിയാക്കി. സോ ഫെബ്രുവരി 11, ഇറ്റ്സ് എ ബിഗ് ഡേ ഫോർ മീ.
ദാറ്റ് വാട്ട് ഇറ്റ് ഈസ്. ആ ഫീൽ ഉണ്ടല്ലോ, വീടിൻ്റെ വെളിയിൽ നിന്ന് ഞാൻ ഒരു 10-15 പ്രാവശ്യമെങ്കിലും നോക്കിയിട്ടില്ല എൻ്റെ വീട്. ഇനി എന്നെ ആരും പറയില്ല ഇനി ഇവിടെ എനിക്ക് വരരുത്, പോകരുത്. സോ ഇത് എൻ്റെ വീട് എന്നെനിക്ക് ഫീല് കിട്ടിയ ആ ദിവസമാണ് ഇന്നത്തെ ദിവസം. സോ 1 വർഷമായി